സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ വരും മാസങ്ങളിൽ ധനവകുപ്പ് നേരിടുക വൻ പ്രതിസന്ധി. സുപ്രീം കോടതി നിർദ്ദേശിച്ച കടമെടുപ്പ് കേന്ദ്ര സർക്കാർ അനുവദിച്ചതാണ് ഇത്തവണ തുണയായത്. പക്ഷേ വരും മാസങ്ങളിൽ ചട്ടങ്ങൾ ലംഘിച്ച് കടമെടുക്കാൻ കഴിയാത്തത് ധനവകുപ്പിന് വെല്ലുവിളിയാണ്. അതോടൊപ്പം കാരുണ്യ പദ്ധതിക്കും പണം അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കുടിശ്ശിക തീർക്കാൻ 1180 കോടി അനുവദിക്കണമെന്ന ആവശ്യം തള്ളി ആകെ അനുവദിച്ചത് 119 കോടി രൂപ മാത്രമാണ്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, ധനപ്രതിസന്ധി അതിരൂക്ഷമായിരിക്കെ വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ. രോഹിണി, ഏതായാലും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം കേന്ദ്ര സർക്കാരിനെയും പിന്നീട് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിലേക്കും സംസ്ഥാനം പോയത്. എന്നാൽ ഇത് സംസ്ഥാനത്തെ കൂടുതൽ വെട്ടിലാക്കി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ചും സുപ്രീം കോടതി ഇത് ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. ഇനി ഭരണഘടനാ ബെഞ്ചിൽ വിശദമായ വാദം കേൾക്കേണ്ടി വരും. അതുവരെ സംസ്ഥാനത്തിന് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കടമെടുക്കാൻ കഴിയില്ല. അതായത് ഫലത്തിൽ സ്വയം കുഴിച്ച കുഴിയിലേക്ക് സംസ്ഥാനം വീണിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനുമൊക്കെ പറഞ്ഞതുപോലെ സ്വയം വരുത്തിവെച്ച വിന എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് അപകടകരമാണ്. കാരണം ഈ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ പിന്നീട് കടമെടുപ്പ് ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമെന്ന നേരത്തെ ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാനം സുപ്രീം കോടതിയിലേക്ക് പോയത്. പക്ഷേ ഇനി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കടമെടുക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വരും മാസങ്ങളിൽ ശമ്പള വിതരണത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി സർക്കാർ നേരിടേണ്ടി വരും. ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ മാസമാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ശമ്പളം നൽകുന്നതും പെൻഷൻ നൽകുന്നതും മുടങ്ങിയത്. ഈ മാസം ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ശമ്പളവും പെൻഷനും സർക്കാർ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തിരുന്നു. അതിലും വലിയ പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. ക്ഷാമബത്ത ഉൾപ്പെടെ നൽകുന്നതിൽ വലിയ പ്രതിസന്ധി ഇപ്പോഴും സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വരും മാസങ്ങളിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ശമ്പളം മുടങ്ങാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വരും മാസങ്ങളിൽ ശമ്പള വിതരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിന് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരുമെന്ന ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. ഒന്നാമത്തെ കാര്യം, നികുതി വരുമാനം സംസ്ഥാനത്ത് വളരെ കുറവാണ്. ഇത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നിലവിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല. മാത്രമല്ല മറ്റേതെങ്കിലും വരുമാന മാർഗങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിലില്ല. നമുക്കറിയാവുന്നതുപോലെ മദ്യത്തിൽ നിന്നും ലോട്ടറി വിൽപ്പനയിൽ നിന്നുമൊക്കെയാണ് സംസ്ഥാനം പ്രധാനമായും നികുതി കണ്ടെത്തുന്നത്. ആ നികുതി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനം മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ നൽകാനെന്ന പേരിൽ മദ്യത്തിന് ഇന്ധന നികുതി ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് സംസ്ഥാനം നേരത്തെ മുന്നോട്ട് പോയിരുന്നു. മാത്രമല്ല മദ്യത്തിന്റെ വില പല തവണയാണ് സംസ്ഥാന സർക്കാർ ഇതിനകം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ മദ്യത്തിന്റെ വില പോലും സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരുമാന മാർഗങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഇതല്ലാതെ സംസ്ഥാനത്തിന് മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല. ഒന്നുകിൽ മദ്യവില വീണ്ടും കുത്തനെ വർദ്ധിപ്പിക്കണം. എന്തായാലും വരും മാസങ്ങളിലും ധനപ്രതിസന്ധി അതിരൂക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതൊക്കെ തരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ചില വഴികളുണ്ട് എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ അധിക ധൂർത്ത് ഒഴിവാക്കണം, നികുതി പിരിവ് കാര്യക്ഷമമാക്കണം, അതുപോലെ തന്നെ വരുമാന സമാഹരണവും കൃത്യമായി തന്നെ നടപ്പിലാക്കിയാൽ ഒരു പക്ഷേ വലിയ രീതിയിൽ കൈവിട്ടു പോകാത്ത ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് എത്തിച്ചേരാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ധൂർത്തും ഇത്തരത്തിലുള്ള അഴിമതിയും തുടരുന്നിടത്തോളം കാലം ഇതിൽ നിന്ന് കരകയറാൻ സാധ്യവുമല്ല. രോഹിണി, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക അത്ര എളുപ്പമല്ല. കാരണം ഈ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റിലേക്കും മറ്റും കടക്കാൻ കഴിയും. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുള്ളത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടങ്ങൾ എങ്ങനെ തീർക്കുമെന്നതാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടിശ്ശികകൾ അത് 1-2 കോടിയല്ല, ആയിരക്കണക്കിന് കോടി രൂപയുടെ കുടിശ്ശികകളാണ് ഓരോ സ്ഥലത്തും നിലനിൽക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഈ സർക്കാരിന്റെ ദൂർത്തുൾപ്പെടെ വരുത്തി വെച്ച കുടിശ്ശികകൾ നിലനിൽക്കുന്നുണ്ട്. അത് കാരുണ്യ പദ്ധതിക്കായാലും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകദേശം 1500 കോടി രൂപയ്ക്കടുത്താണ് കാരുണ്യ പദ്ധതിയിൽ മാത്രം കുടിശ്ശിക നിലനിൽക്കുന്നത്. മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ നൽകണമെങ്കിൽ, ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക നൽകണമെങ്കിൽ ഏകദേശം 3000 കോടി രൂപയ്ക്കടുത്ത് വേണം. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള കുടിശ്ശിക ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം സർക്കാർ ജീവനക്കാരുടെ DA നൽകിയിട്ട് വർഷങ്ങളാകുന്നു. അത്തരത്തിൽ വലിയ കുടിശ്ശികകൾ ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെതായി നിലനിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേതായാലും അതിന് മുൻപിലത്തെ സാമ്പത്തിക വർഷത്തേതായാലും കുടിശ്ശികകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തേ സംസ്ഥാന സർക്കാരിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയും. മറ്റൊരു പ്രതിസന്ധി ഉള്ളത് നിലവിൽ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്
സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു വിഷയം. അതായത് എന്താണോ ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ധനവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത് അത് തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. കിഫ്ബിക്കും അതുപോലെ തന്നെ KSRTCക്കും ഒക്കെ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട അധിക വായ്പകൾ അത് സംസ്ഥാനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരരുത് എന്ന ആവശ്യമായിരുന്നു ധനവകുപ്പ് മുന്നോട്ട് വെച്ചെങ്കിൽ അത് പൂർണ്ണമായി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി എടുത്തതായാലും KSRTC എടുത്തതായാലും മറ്റ് ഏതെങ്കിലും ഏജൻസി എടുത്തതായാലും സംസ്ഥാന സർക്കാർ അതിന് ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിലേക്ക് തന്നെ എത്തുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതും സംസ്ഥാന ധനവകുപ്പിന് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇത്തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിൽക്കുമ്പോൾ വരും സാമ്പത്തിക വർഷം അത്ര സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല ഈ ധൂർത്തുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ജൂണിൽ ലോക കേരള സഭ വീണ്ടും സംഘടിപ്പിക്കുകയാണ്. അതായത് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ധൂർത്ത് തുടരും എന്നത് തന്നെയാണ്. കാരണം ലോക കേരള സഭ വീണ്ടും സംഘടിപ്പിക്കുന്നു, അതിനും കോടികൾ കണ്ടെത്തേണ്ടി വരും. മാത്രമല്ല വീണ്ടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ധൂർത്ത് തുടരും എന്ന സൂചനകൾ തന്നെയാണ് ഒരു വശത്ത് നിന്ന് സംസ്ഥാന സർക്കാർ നൽകുന്നത്. മാത്രമല്ല ചെലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല നമുക്ക് കഴിഞ്ഞ കുറെ ബജറ്റുകൾ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ബജറ്റിലും ഓരോ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതൊന്നും നടപ്പാകുന്നില്ല. തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരാൻ തന്നെയാണ് സംസ്ഥാനത്ത് സാധ്യത. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ധൂർത്ത് തുടരുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്. കാരണം ലോക കേരള സഭ ഈ പ്രത്യേകിച്ച് ചെലവ് ചുരുക്കി ലോക കേരള സഭ ഉപേക്ഷിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ ധൂർത്ത് യഥേഷ്ടം സംസ്ഥാനത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ വലിയ ബാധ്യതകൾ ഇപ്പോഴും സംസ്ഥാനത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ക്ഷേമ പെൻഷനുകൾ നൽകണം, കാരുണ്യ പദ്ധതിക്ക് പണം നൽകണം. ഇതിനൊപ്പം തന്നെയാണ് ഈ സർക്കാർ കരാറുകാരുടെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ കരാറുകാർക്ക് നൽകാനുള്ളത്. മാത്രമല്ല കേരള പോലീസിന്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ കേരള പോലീസിന് കോടികൾ നൽകാനുണ്ട്. സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ വകയിൽ 2000 കോടി രൂപയ്ക്കടുത്ത് നൽകാനുണ്ട്. ഏകദേശം 15,000 കോടി രൂപയ്ക്കടുത്തെങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശികൾ തീർത്തുകൊണ്ട് മാത്രമേ അടിയന്തരമായി തീർത്തുകൊണ്ട് മാത്രമേ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഭരണം പോലും സ്തംഭിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെയാണ് എങ്ങനെ ഇത് മറികടക്കും എന്ന പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിൽക്കുന്നത്. ഒന്നുകിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിന് വില കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും നികുതികൾ വർദ്ധിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചെലവ് ചുരുക്കേണ്ടി വരും. ഏതായാലും ചെലവ് ചുരുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇപ്പോഴും ഇല്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ്. കടമെടുത്ത് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് സുപ്രീം കോടതിയിൽ പോലും സർക്കാർ വ്യക്തമാക്കിയതാണ്. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാരിന് ഈ ഓവർ ഡ്രാഫ്റ്റും മറ്റുമൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയതും അധിക കടമെടുക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചതും? ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ തന്നെ കാരണം സർക്കാർ മനസ്സിലാക്കുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വരും മാസങ്ങളിലും ധനപ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരും. ധനപ്രതിസന്ധി കാരണം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. ഇനി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിലടക്കം അത് മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും അതിരൂക്ഷമായ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് മാത്രമാണ് ഇനി സംസ്ഥാന സർക്കാരിനും ധനവകുപ്പിനും മുന്നിലുള്ള ഏക ചോദ്യം. രോഹിണി, അത് അത്ര എളുപ്പമാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ ചെലവ് ചുരുക്കണം, അല്ലെങ്കിൽ മറ്റ് വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം. അതിന് സർക്കാരിന് മുന്നിലുള്ളത് ഇപ്പോൾ മദ്യം മാത്രമാണ്. മദ്യത്തിന്റെ വില വീണ്ടും വർദ്ധിപ്പിക്കുക എന്നത് സർക്കാരിന് മുന്നിലുള്ള ഒരു പോംവഴിയാണ്. അതിനൊപ്പം തന്നെ മറ്റ് നികുതികൾ കൂടി വർദ്ധിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ നികുതികളുടെ വർധന വലിയ രീതിയിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. എന്തിനും ഏതിനും വലിയ രീതിയിലുള്ള നികുതി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല മദ്യത്തിന്റെ വില ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങുമില്ലാത്ത രീതിയിൽ ഇവിടെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഏത് തരത്തിലുള്ള നികുതികൾ ഇനി വർദ്ധിപ്പിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. ഇതിനൊപ്പം നേരത്തെ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ സഹായം ലഭിക്കുന്നില്ല, പണം ലഭിക്കുന്നില്ല എന്നൊക്കെ അവകാശവാദമായി നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇതിനൊപ്പം അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബി പ്ലാൻ തന്റെ കയ്യിലുണ്ട്. ആ ബി പ്ലാൻ എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. ധനവകുപ്പ് മുന്നോട്ട് വെക്കാൻ പോകുന്ന ബി പ്ലാൻ, ഏതായാലും ആ ബി പ്ലാൻ അനുസരിച്ച് ഒരുപക്ഷെ ഇനി സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതൊരു പക്ഷേ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഘട്ടം ഘട്ടമായി നൽകുന്നതാകാം, പെൻഷൻ ഘട്ടം ഘട്ടമായി നൽകുന്നതാകാം. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി തന്നെ സംസ്ഥാനത്തെ കാത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കുടിശ്ശിക നിലനിർത്തിക്കൊണ്ട് ഇനിയും സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കാരുണ്യ പദ്ധതിയിൽ മാത്രം 1500 കോടി രൂപയ്ക്കടുത്താണ് കുടിശ്ശിക. ഇനിയും സ്വകാര്യ ആശുപത്രികൾ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല. അത്തരമൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. സാധാരണക്കാരായ രോഗികൾക്ക് ഇപ്പോഴും ചികിത്സ ലഭ്യമല്ലാത്തൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിന് വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ സ്വകാര്യ ആശുപത്രികൾ നിൽക്കുന്നത്. ഇതിനൊപ്പമാണ് പോലീസിന്
ഇന്ധനം നൽകുന്നത്. ഒരുപക്ഷെ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള കത്തൊക്കെ നൽകാറുണ്ടെങ്കിലും പോലീസിന് ഇന്ധനം നൽകുന്നത് പമ്പ് ഉടമകൾ നിർത്തിവെക്കാറില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. കഴിഞ്ഞ ഒരാഴ്ചയായി പമ്പ് ഉടമകൾ പോലീസിന് ഇന്ധനം പോലും നൽകുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് വരും മാസങ്ങളിലും പ്രതിസന്ധി തുടരുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഭരണം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിണി, അതെ, വരും മാസങ്ങളിലും സംസ്ഥാന സർക്കാർ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാജീവ്.